ദൈവം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല ഞങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ രാത്രി നല്ല ഉറങ്ങാൻ വൈകിയിരുന്നു. ഇന്ന് രാവിലെ അമ്മച്ചീനെ പള്ളിയിലെല്ലാം കൊണ്ടുവെച്ച് പിന്നെ രാവിലെ പാലെല്ലാം കൊടുത്ത് ഇവർ ഭാര്യയും 2 കുട്ടികളാണ്. അവരും പള്ളിയിൽ പോയി, അമ്മച്ചിയും പോയി, അപ്പച്ചനും പോയി. ഇവൻ മാത്രം ഇവിടെ ഒറ്റക്ക്. അപ്പോൾ അവർ വന്ന് ഒരു 9:30 ആകുമ്പോൾ കടന്നു വരുമ്പോഴേക്ക് ഇവൻ ആ പോയ സമയത്താണ് ചെയ്തത്. ജോലി സമ്മർദ്ദം ഉണ്ട് എന്നുള്ള കാര്യം അത് ഒരു സംശയമില്ല. അതിൽ ആ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഇവനത് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ ഏരിയ ആണെങ്കിൽ പോലും ചില വീടുകൾ പരിചയമില്ലാത്ത പ്രശ്നം. പിന്നെ അവർ സമ്മർദ്ദം മേലുദ്യോഗസ്ഥന്മാർ നിരന്തരം ഇത്ര ശതമാനം ഇന്ന് തീർക്കണം, ഇത്ര ശതമാനം തീർക്കണം. അവന് താങ്ങാൻ പറ്റില്ല. ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. വലിയ സമ്മർദ്ദം അനീഷ് ജോർജിൻ്റെ മുകളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കാരണം ഈ ജോലി ചെയ്തു തീർക്കാൻ തനിക്ക് കഴിയുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കണം, സമയബന്ധിതമായി ചെയ്തു തീർക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം മേലധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നു. ഇനി 30 വീടുകൾ മാത്രമാണ് പൂർത്തീകരിക്കാനുണ്ടായത്. അതുകൂടി പൂർത്തീകരിച്ച ശേഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ അമ്മയെയും ഭാര്യയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അവരെയൊക്കെ തന്നെ പള്ളിയിലാക്കി തിരിച്ച് അവരെത്തുന്ന സമയത്താണ് അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരും അടുത്ത ബന്ധുക്കളും. അവരും പറയുന്നത് ഈ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായി. അതോടൊപ്പം തന്നെ നേരത്തെ അടുത്ത ബന്ധു അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഈ BLOമാർ ഈ SIR-മായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം നൽകുന്നതിനും അത് പൂരിപ്പിച്ച് നൽകുന്നതിനുമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ കൂടെ കൂട്ടാൻ, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ കൂട്ടിയാൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അതിലൊരു അതൃപ്തി ഉണ്ടാകുന്നു. അവർ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെ അവർ അത് ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നു. അതൊക്കെ തന്നെ അനീഷ് ജോർജിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കി. ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഈ ജീവൻ ഒടുക്കുന്നതിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നൽകുന്നത്. ഏതായാലും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് അനീഷ് ജോർജിൻ്റെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിലായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്നതാണ് അനീഷ് ജോർജിൻ്റെ വീട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അതോടൊപ്പം ഭാര്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവരോടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് SIR-മായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം താൻ നേരിടുന്നുണ്ട് എന്ന കാര്യം നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെയാണ് തനിക്കിങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു ആശങ്കയുടെ ഫലമായി തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നൽകുന്നത്. ഏതായാലും അവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും പറയുന്നത് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ ഒരു സ്ഥിരീകരണം തന്നെയാണ് അവരും പറയുന്നത്.